ഷാഫി പറമ്പിലിനെതിരായ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായി. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV സതീശന്റെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തി. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് CV സതീഷ്. സുന്ദരികളും സുന്ദരികളല്ലാത്തവരുമായ സ്ത്രീകളായിട്ട് സ്ത്രീ സമൂഹത്തെ രണ്ടായി വീതിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനോട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണമെന്നും മാത്രമല്ല ഷാഫി പറമ്പിൽ എന്ന ജനകീയ നേതാവിനെ അദ്ദേഹം വളരെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്ത അധിക്ഷേപ പരാമർശം നടത്തിയതിനെ ഈ പൊതുപ്രവർത്തകർക്ക് തന്നെ അപമാനം വരുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പാലക്കാട്ടെ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശം സ്ത്രീകളെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു യുവജന നേതാവിനെയും ഇത്രയധികം താറടിച്ച് കാണിക്കുന്ന രീതിയിൽ, വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ, തേജോവധം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ പ്രസ്താവന, ആ അധിക്ഷേപം, ആ തേജോവധം, അതിനെതിരെ ബ്ലോക്ക് കമ്മിറ്റി, കോൺഗ്രസിന്റെ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിന്മേൽ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ബാബുവേട്ട പണി വരുന്നുണ്ട്. ബാബുവേട്ട അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതണ്ട. ഷാഫിയെ പോലെയുള്ള ഒരാളെ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അതല്ലെങ്കിൽ ആദർശപരമായിട്ട് അയാളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അയാളുടെ ജനസമ്മതിയും അയാളുടെ ജനപ്രീതിയൊക്കെ മുന്നിൽ നിന്ന് ഇങ്ങനെ കാണേണ്ടി വരുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥത സ്വാഭാവികമാണ്. എന്ന് കരുതി അസ്വസ്ഥത പ്രകടമാക്കുവാൻ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തലല്ല അതിൻ്റെ രീതി, ഒരാളെ അധിക്ഷേപിക്കലല്ല അതിൻ്റെ രീതി. അതും പാലക്കാട് ജില്ലയിലെ CPM സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഈ ഒരു വ്യക്തി, അയാളുടെ പ്രവൃത്തിക്ക് ചേർന്നതാണോ ഈ ചോദ്യങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ, ഈ വാക്കുകൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സമൂഹത്തിൽ വളരെ വലിയ തരത്തിൽ ഉയർന്നു വന്നതാണ്. ഇപ്പോഴെന്താണെങ്കിലും പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി നൽകിയ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ ഊർജിതമാക്കുകയാണ്. ഈ നടപടികൾ ഊർജിതമാക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. കാരണങ്ങൾ എന്ന് പറയുന്നത്, ഈ പോലീസിന്റെ ഈ ഒരു നടപടി, ഇതുമായി ബന്ധപ്പെട്ടെടുത്ത നടപടിയിൽ പോലീസ് നിയമോപദേശം തേടാൻ പോയി. കാരണം ഒരു തേർഡ് പാർട്ടിയുടേതാണ് പരാതി ലഭിച്ചിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചില നിയമോപദേശങ്ങളൊക്കെ തേടി. കാരണം എങ്ങനെയൊക്കെ കേസിനെ സമീപിക്കാം, പരാതിയിന്മേൽ കേസ് എടുക്കണമോ, അന്വേഷണം നടത്തണോ, അതുപോലെ FIR ചാർജ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നിയമോപദേശമൊക്കെ തേടി. പോലീസിന് വലിയ ഒരു ഉത്സാഹമൊന്നും ഉണ്ടായില്ല. കാരണം ഭരിക്കുന്നത് പിണറായി വിജയനാണല്ലോ. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ കൂട്ടത്തിൽ പെടുന്ന ഒരുത്തിനെതിരെ ഒരു FIR ചാർജ് ചെയ്ത് അയാൾക്കെതിരെ കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഉത്സാഹവും ഒരു വലിയ എന്താ പറയുക കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു സംഭവം എന്നുള്ള ഇത്. ബട്ട് അവിടെയും ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി, മറുവശത്ത് നിൽക്കുന്ന വ്യക്തി ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് കേസ് എടുക്കുകയല്ലാതെ, അന്വേഷിക്കുകയല്ലാതെ, FIR ചാർജ് ചെയ്യുകയല്ലാതെ മറ്റു വഴികളില്ല. അങ്ങനെ വന്നപ്പോഴാണ് നിയമോപദേശം തേടിയിട്ടൊക്കെ പോയത്. എന്തൊക്കെയാണെങ്കിലും നിയമോപദേശം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നടപടികളാണ്. ഇന്നിപ്പോ ഈ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികളെയൊക്കെ, പ്രസിഡന്റിനെയും അതുപോലെ അതിന്റെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെയും പരാതി എഴുതി നൽകിയവരെയും ഒക്കെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അവർ വന്ന് മൊഴി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യം, തങ്ങളുടെ പരാതി, തങ്ങളുടെ കാര്യങ്ങൾ, തങ്ങളുടെ ഭാഗം അവർ പോലീസിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പോലീസിന്റെ കയ്യിലാണ്. അപ്പോഴും പോലീസിന് ചിലപ്പോ ഇത് ഒരു മൂന്നാം കക്ഷിയാണ്, ഷാഫി പരാതി നൽകിയിട്ടില്ല എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിക്കളിച്ച് കാര്യങ്ങൾ ഈ പറയുന്ന സുരേഷ് ബാബുവിനെ അനുകൂലമാക്കി മാറ്റുവാനുള്ള പല സമീപനങ്ങളും പോലീസ് നടത്തുമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും പോലീസ് എന്തൊക്കെ ശ്രമിച്ചാലും ഈ കേസിൽ സുരേഷ് ബാബുവിനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഇന്നിപ്പോ ഈ പറയുന്ന ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവര് കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് എന്തെങ്കിലും വിധ നടപടി എടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് ഈ ഒരു കാര്യത്തിൽ അലംഭാവം കാണിക്കുവാനാണ് പോലീസിന്റെ ശ്രമമെങ്കിൽ, അതല്ലെങ്കിൽ ഈ പറയുന്ന സുരേഷ് ബാബു എന്ന് പറയുന്ന ആ ചെറ്റയെ സംരക്ഷിച്ചു പിടിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ, അയാൾക്കെതിരെ വിരലനക്കാതെ, അയാൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാതെ പരാതി ലഭിച്ചിട്ടും മൊഴി നൽകിയിട്ടും അതിന് പോലീസ് സന്നദ്ധരായിട്ടില്ലെങ്കിൽ
കോടതിയെ സമീപിച്ച് വേണ്ട നടപടികൾ ഉണ്ടാക്കിയെടുക്കുവാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ വെറുതെ വിടാൻ എന്താണെങ്കിലും തീരുമാനിച്ചിട്ടില്ല. ഇനി ഇതിന്റെ പുറത്ത് ഈ പോലീസ് എടുക്കുന്ന നടപടിയെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് ഈ ബ്ലോക്ക് കമ്മിറ്റിയിലെ അംഗങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ, പാലക്കാട്ട് നിന്നുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ വളരെ വ്യക്തമായി അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പോലീസ് നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഷാഫി നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നുള്ള ഒരു മൊടന്തൻ ന്യായവും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഈ പറയുന്ന സുരേഷ് ബാബുവിനെ രക്ഷിച്ചെടുക്കുവാനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ പാലക്കാട്ടെ കോൺഗ്രസ് ഇതിനെതിരെ കർശനമായ പ്രതിഷേധങ്ങളും വളരെ 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 ഊർജമായ പ്രതിഷേധ പരിപാടികൾ പോലീസ് നടപടി എടുക്കുന്നില്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഈ നൽകിയിരിക്കുന്ന മൊഴിയുമായി ബന്ധപ്പെട്ടിട്ടും പോലീസ് യാതൊരുവിധ നടപടിയും എടുക്കുന്നില്ല എങ്കിൽ വളരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാൻ തന്നെയാണ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ തീരുമാനം. അവർ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി പോലീസ് ഇതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. എന്താണെങ്കിലും കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സുരേഷ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അത്ര അനുകൂലമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ സുരേഷ് ബാബുവിന്റെ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവന നേതാവിനെതിരെ നടത്തിയിരിക്കുന്ന അധിക്ഷേപം. അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അയാൾ ചെയ്തത് ഒരു ചെറ്റത്തരമാണെന്ന് CPM-കാരും സഖാക്കളും അങ്ങ് ഉറപ്പിക്കുന്നുമുണ്ട്. അവർക്ക് അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണല്ലോ AK ബാലനും MP രാജേഷും NN കൃഷ്ണദാസും ഒന്നും ഈ കാര്യങ്ങൾ ഏറ്റുപിടിക്കുവാനോ ഷാഫിയെ വേട്ടയാടുവാനോ അവർ തയ്യാറായില്ല. ഞങ്ങളിതിലില്ല, ഞങ്ങളുടെ കയ്യിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന AK ബാലനെയും NN കൃഷ്ണദാസിനെയും നമ്മൾ കണ്ടത്. MP രാജേഷിനോട് ചോദിച്ചപ്പോൾ MP രാജേഷ് പറയുന്നത് ഇത് വളരെ മോശമായി പോയി, വളരെ മോശം, നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ല, അയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പുച്ഛിച്ച് തള്ളുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാ അർത്ഥത്തിലും സുരേഷ് ബാബു അതിന് പുറമെ സുരേഷ് ബാബുവിനോട് പാർട്ടി നേതൃത്വം പറഞ്ഞ ഈ ഗോവിന്ദൻ മാഷ് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അതും എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയെ അങ്ങനെ തേജോവധം ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടാണ്. ബട്ട് അവിടെയും നിയമ നടപടികൾ ഒഴിവാകുന്നില്ല. ഇത് രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ അധിക്ഷേപമാണ്. അത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അതങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത്തരത്തിൽ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരാളെ അല്ല, ഒരു കാണാൻ കൊള്ളാവുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, അവരെ മോശമാക്കുന്ന രീതിയിൽ, വഷളരാക്കുന്ന രീതിയിലുള്ള ഈ പ്രസ്താവന ഈ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീത്വത്തിന് തന്നെ അപമാനമായി മാറുന്ന ഈ ഒരു പ്രസ്താവന. അപ്പോൾ അവിടെ രണ്ട് രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം നടന്നിട്ടുണ്ട്, മറ്റൊന്ന് ഷാഫി പറമ്പിലിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഈ ബ്ലോക്ക് കമ്മിറ്റി, പാലക്കാട്ടെ ബ്ലോക്ക് കമ്മിറ്റി, കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അവർ നൽകിയ പരാതിയിൽ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ നൽകിയ മൊഴിയിൽ അത് വളരെ വ്യക്തമായി അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ നടപടി ഉണ്ടാകണം, ഉറപ്പായിട്ടും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അവർ ജില്ലാ സൂപ്രണ്ടിന് ഈ പാലക്കാട് നോർത്ത് സ്റ്റേഷനിലാണ് അവർ ഇന്ന് മൊഴി നൽകിയിട്ടുള്ളത്. ഈ ഒരു പരാതി എന്ന് പറയുന്നത് നേരിട്ട് പാലക്കാട് ജില്ലാ സൂപ്രണ്ടിന്, പോലീസ് ജില്ലാ സൂപ്രണ്ടിനാണ് പോലീസിനാണ് കൈമാറിയിട്ടുള്ളത്. അവർ നേരെ നോർത്ത് സ്റ്റേഷനിൽ പരാതി കൈമാറുന്നു. അതിൻ്റെ പേരിൽ നടപടികൾ എടുക്കുന്നു. ഇപ്പോൾ മൊഴിയെടുക്കുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി അങ്ങോട്ടുള്ള നിയമ നടപടികൾ എന്താവുമെന്നാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഈ പരാതി നൽകിയപ്പോഴും പോലീസിന് ഒരു വശപ്പശകുണ്ടായിരുന്നു. വശപ്പശക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മൂന്നാം കക്ഷി നൽകിയ പരാതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം വേണ്ട എന്നുള്ള ഒരു ലെവലിലേക്ക് പോലീസ് ആദ്യം ഒരു ചിന്തിക്കുകയും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രതിഷേധങ്ങൾ ഇങ്ങനെ കനക്കുകയും ഈ പരാതിയിന്മേൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തപ്പോഴാണ് പോലീസ് നിയമവിദഗ്ധരെയൊക്കെ ചെന്ന് കണ്ട് അവരോട് ചില കൺസൾട്ടേഷനൊക്കെ നടത്തി നിയമോപദേശം തേടി എങ്ങനെ ഈ കാര്യത്തെ നേരിടാമെന്നുള്ള
ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെയാണെങ്കിലും പോലീസിന് ഈ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ പാലക്കാട്ടെ കോൺഗ്രസ് വളരെ ശക്തമായിട്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സുരേഷ് ബാബുവിൻ്റെ ഈ ഷാഫി പറമ്പിലിനെതിരായിട്ടും അതുപോലെ സ്ത്രീകൾക്കെതിരായിട്ടും നടത്തിയിരിക്കുന്ന ഈ അധിക്ഷേപങ്ങൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്തൊക്കെയാണെങ്കിലും സുരേഷ് ബാബു അങ്ങനെ ബാക്കിയുള്ളവരെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സുരേഷ് ബാബു അങ്ങനെ സുഗമമായിട്ട് കിടന്നുറങ്ങണ്ട എന്ന് തന്നെയാണ് പാലക്കാട്ടെ കോൺഗ്രസിന്റെ തീരുമാനം. ആ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിയിന്മേൽ ഇപ്പൊ മൊഴി നൽകിയിട്ടുള്ളത്. ഇനി എന്താണ് പോലീസ് നടപടി എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.